സംസ്ഥാന സർക്കാർ അവഗണനയ്ക്കെതിരെയുള്ള ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണയേറുന്നു. UDF നേതാക്കൾക്ക് പിന്നാലെ മുതിർന്ന CPI നേതാവ് C. ദിവാകരനും ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി സമരപ്പന്തലിലെത്തി. മുഖ്യമന്ത്രി മുൻകൈയെടുത്ത പ്രശ്നം പരിഹരിക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 13ാം ദിവസത്തിലേക്ക് കടക്കുന്ന സമരം കൂടുതൽ കരുത്താർജിക്കുന്നു. സമരത്തിന് ഐക്യദാർഢ്യമർപ്പിച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വീണ്ടുമെത്തി. മുഖ്യമന്ത്രി വിചാരിച്ചാൽ അരമണിക്കൂർ കൊണ്ട് തീരാവുന്ന പ്രശ്നമാണെന്ന് രമേശ് ചെന്നിത്തല. ഇത് വളരെ ക്രൂരമായ നിലപാടാണ് സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്നത്. മുഖ്യമന്ത്രി വിചാരിച്ചാൽ അരമണിക്കൂർ കൊണ്ട് തീരേണ്ട ഒരു കാര്യമാണിത്. കാരണം അവരാവശ്യപ്പെടുന്ന ന്യായമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം. ഓണറേറിയം വർദ്ധിപ്പിക്കണം, അതുപോലെ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കണം. ഇതൊക്കെ ന്യായമല്ലേ? മുതിർന്ന CPI നേതാവ് C. ദിവാകരനും സമരക്കാർക്ക് പിന്തുണയുമായി രംഗത്തെത്തി. സമരം ഒത്തുതീർപ്പാക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് C. ദിവാകരനും ആവശ്യപ്പെട്ടു. PSC അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ചതിനെയും C. ദിവാകരൻ വിമർശിച്ചു. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ആശാ വർക്കേഴ്സിന്റെ സമരം ഇന്ന് ദേശീയ നിലവാരത്തിലേക്ക് അത് പോയിരിക്കുകയാണ്. വളരെ വേഗം അതിലിടപെട്ട് ഒത്തുതീർപ്പിലെത്തിക്കണമെന്ന് ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ പിണറായി വിജയനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ആശാ വർക്കർമാർക്ക് 3 മാസ കുടിശ്ശികയിൽ നിന്ന് 2 മാസ കുടിശ്ശികയുടെ പണം സർക്കാർ അനുവദിച്ചിരുന്നു. എന്നാൽ 1 മാസത്തെ ഓണറേറിയം മാത്രമാണ് എത്തിയതെന്ന് സമരക്കാർ. ഞങ്ങൾക്ക് വന്നത് 7000 രൂപയാണ് ഞങ്ങൾക്ക് വന്നത്. എന്നിട്ട് 13,200 എന്ന് ആണ് പുറമെ അറിയപ്പെടുന്നത്. ഇതാ അടക്കുന്നു ഞങ്ങൾക്ക് വന്ന 7000 രൂപ ഇതാ അടക്കുന്നു. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് ആശാ വർക്കേഴ്സിന്റെ നിലപാട്. കോൺഗ്രസ് അനുകൂല ആശാ വർക്കേഴ്സ് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ഭിക്ഷയാചിക്കൽ സമരം നടത്തി. 24 തിരുവനന്തപുരം.